ഞാൻ എപ്പോഴും പറയും, അതായത് സന്തോഷ് പണ്ഡിറ്റ് 5 ലക്ഷം രൂപയ്ക്കാണ് സിനിമ ചെയ്തത്. ഞാൻ അയാളെ അംഗീകരിക്കുന്ന വ്യക്തിയാണ്. അംഗീകരിക്കും. കാരണം 5 ലക്ഷം രൂപയ്ക്കാണ് അയാൾ സിനിമ ഉണ്ടാക്കി. ഇപ്പോൾ ആ പൈസ കൊണ്ടുപോയി പൃഥ്വിരാജിന് കൊണ്ടുപോയി 5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു സിനിമ ഉണ്ടാക്കാൻ പൃഥ്വിരാജ് ഇങ്ങനെ മേപ്പെട്ട് നോക്കിയിട്ട് നിൽക്കില്ലേ? അതിൽ സന്തോഷ് പണ്ഡിറ്റ് എന്ന വ്യക്തി അംഗീകരിക്കാൻ കാരണം തോന്നുന്നില്ലല്ലോ. ആ 5 ലക്ഷം രൂപയ്ക്ക് അയാൾ സിനിമ ഉണ്ടാക്കി. അയാളുടെ അതുള്ളൂ. അയാളുടെ ആഗ്രഹമാണ് നടത്തിയത്. അയാളുടെ ആഗ്രഹം അച്ചീവ് ചെയ്തു. എന്തോ ആവട്ടെ പ്രൊഡക്റ്റ്. അതെ, പക്ഷെ മുടക്കിയ പൈസക്ക് പുള്ളിയുടെ സന്തോഷം പുള്ളി കണ്ടെത്തുന്നുണ്ട്. പുള്ളി സന്തോഷം കണ്ടെത്തി ആ പടം റിലീസ് ചെയ്തു. നെഗറ്റീവ് ആണെങ്കിൽ ആളുകളിലേക്ക് എത്രയോ കോടികൾ മുടക്കിയ പടം പെട്ടിയിലിരിക്കണു പകുതി വെച്ചിട്ട്. അപ്പൊ അയാൾ ആ പടം റിലീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ അയാളുടെ വിജയല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മളത് മാർക്കിടാൻ പോകുമ്പോൾ നമ്മൾ എന്ത് തിങ്ക് ചെയ്യണം? നമ്മൾ ആലോചിക്കണം, അത് 5 ലക്ഷം രൂപയുടെ പടമാണ്. അയാൾ ഇത്രയും പരിമിതി വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തുണ്ടാക്കിയല്ലോ. അയാൾ അപ്രീഷിയേറ്റ് ചെയ്യല്ലേ ശരിക്കും വേണ്ടത്. ഇതിപ്പം പറയുമ്പം തന്നെ ഒമർ ലുലു എന്ന സംവിധായകൻ നേരിടുന്ന കഷ്ടപ്പാടുകൾ എന്തൊക്കെ ഒരു സിനിമയിലോട്ട് വരുമ്പം? അല്ല, ഒരു സിനിമയിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കിപ്പോൾ താരങ്ങളില്ലെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് നമുക്ക് കിട്ടില്ല. അപ്പം നമ്മൾ പല കോംപ്രമൈസും ചെയ്യേണ്ടി വരും. കോംപ്രമൈസ് എന്നൊക്കെ തെളിച്ച് പറയണേ. അല്ല, കോംപ്രമൈസ് അറിയാലോ ഇപ്പൊ അല്ല, ആ കോംപ്രമൈസ് അല്ലടാ. നമുക്കിപ്പോൾ ഫൈറ്റ് തന്നെയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗംഭീര ഫൈറ്റ് എടുക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അതിന് വരെ ചെറിയ ഉന്തുന്നുള്ളവും പരിപാടിയോ അപ്പം തന്നെ അതിൻ്റെ ഒരു ഇത് പോയി. ചിലപ്പോൾ നമ്മൾ കഥ എഴുതുമ്പോൾ എഴുതി വെച്ചത് ഗംഭീര ഫൈറ്റ്, പീറ്റർ ഹെയിൻ വന്നിട്ട് ഫ്രെയിം വയ്ക്കുന്നു, അതൊക്കെ ആയിരിക്കാം നമ്മുടെ സ്വപ്നം. എഴുതുമ്പോൾ നമ്മൾ പലതും മനസ്സിൽ കാണും. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ലാലേട്ടനെ കണ്ടിട്ട് ഒരു സീൻ എഴുതിയത്, ഒരു മുണ്ട് മടക്ക് കുത്തിയിട്ട് മീശ പിരിക്കണ ഒരു സീൻ. ഈ സീനിൽ എനിക്ക് ലാലേട്ടന് കൊടുക്കാനുള്ള പൈസ ഇല്ല, ഡേറ്റും ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? കോംപ്രമൈസ് ചെയ്തു നോക്കി. ഇപ്പോൾ ലാലേട്ടൻ്റെ പോലെ ഇരിക്കണ വേറൊരാളെ കൊണ്ടുവന്നിട്ട് ഈ മുണ്ട് മടക്കി കുത്തലും മീശ പിരിക്കലും വന്നു കഴിഞ്ഞാൽ അവിടെ വല്ല ഇമ്പാക്റ്റ് ഉണ്ടാ? കറക്റ്റ് കേട്ടോ. നമ്മൾ എഴുതുമ്പോൾ കിട്ടുന്ന ഔട്ട് അവിടെ കിട്ടുന്നില്ല. നമുക്കതാ നമ്മളെ വിചാരിച്ച നമുക്ക് അത് കിട്ടണം. ഇപ്പൊ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ ചിക്കൻ വേണം. അവിടെ കൊണ്ട് മട്ടൺ ഇട്ടിട്ട് കറി അല്ല, മട്ടട്ട് ഒന്നുകൂടി അടിപൊളി. അതല്ല, ഇപ്പൊ ചിക്കൻ ബിരിയാണിക്ക് വേറെ മറ്റേ സോയാബീൻ എങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ ആവും അത്. ആ ഒരു ബിരിയാണി നമുക്ക് വേണമെങ്കിൽ ബിരിയാണിക്കുള്ള റോ മെറ്റീരിയൽസ് നമുക്ക് വേണം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഔട്ടിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫിലിം കാണാൻ പോകുമ്പോൾ നമ്മൾ ഇത് എന്ത് ബഡ്ജറ്റിൽ ഇവർ ചെയ്തേ എന്നുള്ളതും കൂടിയിട്ട് നമ്മളൊന്ന് ആലോചിക്കണം. എന്നിട്ട് നമ്മളിപ്പോൾ എന്താ പറയുക, 1 കോടി രൂപയ്ക്ക് ഞാൻ ഒരു ഗംഭീര പടം എടുത്തു. അപ്പം നമ്മുടെ ഇതിൻ്റെ ബഡ്ജറ്റും കൂടി വെച്ചിട്ട് വേണം കണക്കാക്കാൻ. പിന്നെ ഇതിൽ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഹൈദരാബാദ്, തെലുങ്കിലൊക്കെ ഉള്ള പോലെ ടിക്കറ്റ് റേറ്റ് കുറച്ച് കൊടുക്കാം. തെലുങ്കിൽ അങ്ങനെ ABC ക്ലാസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആളുകളുടെ എണ്ണം കൂടും. അപ്പോൾ അതായത് ആളുകൾക്ക് ഇപ്പോൾ ചെറിയ പൈസ അല്ലേ വരുള്ളൂ. അതായത് ബഡ്ജറ്റ് കുറഞ്ഞ പടങ്ങളുടെ ടിക്കറ്റ് റേറ്റ് ഒന്ന് കുറച്ച് കൊടുക്കാം.